ഹലോ അണ്ണാ ஓகேம்மா, நைஸ் டாக்கிங் டு யூ. தேங்க்யூ ஸோ மச் அண்ணா. ஒரு சந்தர்ப்பத்தில் நம்ம மீட் பண்ணலாம். தேங்க்யூ ஸோ மச் அண்ணா. தேங்க்யூ ஸோ மச். எனக்கு உங்களை ரொம்ப பிடிக்கும். ஐ லவ் யூ ஸோ மச் அண்ணா. தேங்க்யூம்மா, லவ் யூ டூ. ஒரு வாட்டி ஏதாவது ஒரு ஆப்பர்ச்சுனிட்டியில் நம்ம மீட் பண்ணலாம், சரிங்களா? யூ ஆர் லைக் மை பிரதர் அண்ணா. எனக்கு அண்ணா மாதிரி. நீங்க இது என்ன பண்ணிட்டு இருக்கீங்க? ஆயுர்வேத டாக்டர். ஐ லவ் யூ ஸோ மச் அண்ணா. ஐ லவ் யூ ஸோ மச். லவ் யூ டூ. வீட்டில எல்லாம் எப்படி இருக்காங்க? സൗഖ്യമാ ഇരിക്കണ്ണ. ഒന്നും ആലോചിക്കാതെ പക്ക എക്സ്ട്രീം സന്തോഷം ഒരൊറ്റ പോയിന്റിൽ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതായിരുന്നു അണ്ണം വിളിച്ചപ്പോ ഉണ്ടായത്. അപ്പൊ അതില് പൊട്ടിപ്പോയതാണ്. പാട്ട് കോളർ ട്യൂൺ കുറെ കാലം അജ്നരുവില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോ പിന്നെ ഏതെങ്കിലും പേഷ്യൻസ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതോട് കൂടി നിന്റെ ഇംപ്രഷൻ പോവത്തില്ലേ. അപ്പൊ ഞാൻ നേരെ പോയിട്ട് പാട്ടൊന്ന് മാറ്റി ഇട്ടത് ആൾത്തോട്ടാ പോകുമ്പോ. വിജയാണന്റെ എന്തെങ്കിലും ഫാനിസം മൂത്ത് എന്തെങ്കിലും ടാറ്റു ചെയ്യിച്ചിട്ടോ? ബാക്കിലുണ്ട്. അണ്ണന്റെ ഒരു പഞ്ച് ഡയലോഗ് പറയിപ്പിച്ചാലോ? ഞാൻ ഒരു വാട്ടി മുടിവ് പണിട്ട എം പേച്ച് നാനേ കേൾക്കാൻ മാട്ടേ. അപ്പൊ വിജയാണന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കാനുണ്ട് അഭിരാമിക്ക്, എനിക്കും അറിയാനുണ്ട്. അപ്പൊ എന്തായാലും അഭിരാമി, വെൽക്കം. താങ്ക് യു. അഭിരാമി 6ാമത്തെ വയസ്സിലാണ്, 2004 കറക്റ്റ് ഓർമ്മയാണ്. 6ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് വിജയാണന്റെ പടം തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത് അല്ലെ? അന്ന് തൊട്ട് വിജയ് ഫാൻ ആണെന്ന് തീരുമാനിച്ച ആളാണ് അഭിരാമി. അപ്പൊ അതിനുശേഷം തൊട്ട് ഉറപ്പായിട്ടും സ്കൂള്, കോളേജ് കാലഘട്ടം ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. ഈ വിജയ് ഫാൻ ആണല്ലേ എന്നുള്ള കളിയാക്കലുകളൊക്കെ. എന്തായിരുന്നു അന്നത്തെ അഭിരാമിയുടെ ലൈക്ക് റെസ്പോൺസും കാര്യങ്ങളൊക്കെ? ഇപ്പോ അതില് ഭയങ്കര ബുള്ളിങ്, വിജയ് ഫാൻസ് ഭയങ്കര ബുള്ളിങ് നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ സ്കൂളിലൊക്കെ അന്ന് നമുക്കിതിൽ എന്താ പറയാ, അവര് പറയുന്നതിന്റെ ഒരു പ്രശ്നം അറിയില്ലെങ്കിലും സങ്കടം വരുമായിരുന്നു. അതായത് പുള്ളിയുടെ ഡ്രസ്സിങ് നന്നല്ല, പുള്ളി ഭയങ്കര എന്താ പറയാ ഭയങ്കര ഹൈഫൈ ആയിട്ട് നടക്കുന്നില്ല. ഞാൻ അതിന്റെ വേർഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, പൊളിറ്റിക്കലി കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വളരെ മോശമായിട്ടുള്ള, അതായത് പക്ക റേസിസ്റ്റ് ചിന്താഗതിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്ന രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അത് അവരുടെ വിവരമില്ലായ്മ, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ പണ്ടിങ്ങനെ ഈ അണ്ണൻ സാധാരണക്കാരുടെ ഇടയിലുള്ള നായകനാണ്, രക്ഷകനാണെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു